അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, റമദാനായാൽ എല്ലാ റമദാനിലും ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വസ്വാസാണ് തറാവീഹ് നമസ്കാരത്തിൻ്റെ റക്അത്തുകളെക്കുറിച്ച് ഉള്ള അഭിപ്രായ വ്യത്യാസം. അതെന്താ നിങ്ങൾ 8, 3, 11 നിസ്കരിക്കുന്നത്? സഹാബത്തൊക്കെ 23 നമസ്കരിക്കുന്നത്. നിങ്ങൾ സലഫികൾ വെട്ടിക്കുറച്ചതാണ്. യഥാർത്ഥത്തിൽ സഹാബികളെ പിന്തുടരുകയാണ് വേണ്ടത്. നിങ്ങൾ 8 കഴിഞ്ഞാൽ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 20 ആണല്ലോ, ഇവിടെ 23 ആണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതിൻ്റെ യാഥാർത്ഥ്യം പ്രാമാണികമായി തെളിവുകളുടെ പിൻബലത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് തറാവീഹ് നമസ്കാരത്തെക്കുറിച്ചുള്ള യഥാർത്ഥ നിലപാട് എന്നത്? അഭിപ്രായ വ്യത്യാസം ആദ്യം മുതൽക്കേ ഉണ്ട്, മദ്ഹബിൻ്റെ ഇമാമുകൾക്കിടയിലൊക്കെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അസഹുൽ കിതാബി ബഅദ കിതാബില്ലാ സ്വഹീഹുൽ ബുഖാരി. അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥം ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയാണ്. എൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ ഓതൻറ്റിക്കായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഷറഹാണ്. ഫതുഹുൽ ബാരി, ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുള്ളയുടെ ഫതുഹുൽ ബാരി സ്വഹീഹുൽ ബുഖാരിയുടെ ആധികാരികമായ ഷറഹാണ്. അതിൽ കിതാബു സ്വലാത്തി തറാവീഹ് എന്ന ബാബിൽ തന്നെ ഇമാം ബുഖാരി റഹിമഹുള്ള കിതാബു സ്വലാത്തി തറാവീഹ്, തറാവീഹ് നിസ്കാരത്തിൻ്റെ കിതാബ് എന്ന അധ്യായത്തിൽ അദ്ദേഹം 2013 ഹദീസായിക്കൊണ്ട് നൽകുന്നത് حدثنا إسماعيل قال حدثني مالك عن سعيد المقبري عن أبي سلمة بن عبد الرحمن أنه سأل عائشة رضي الله عنها كيف كانت صلاة رسول الله صلى الله عليه وسلم في رمضان، فقالت ما كان يزيد في رمضان ولا في غيره على 11 ركعة، يصلي 4 فلا تسأل عن حسنهن وطولهن، ثم يصلي 4 ولا تسأل عن حسنهن وطولهن، ثم يصلي 3. فقلت يا رسول الله أتنام قبل أن توتر؟ قال يا عائشة إن عيني تنامان ولا ينام قلبي. ഇതാണ് ഹദീസ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിലുള്ള 2013 ഹദീസാണ് നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. എന്താണ് വിഷയം? അബി സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ അന്നഹു, അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹം സഅല ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അവർ ചോദിക്കുകയാണ്, കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമദാന, റമദാനിൽ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം? നിസ്കാരം എന്ന് പറഞ്ഞാൽ ളുഹറും അസറും മഗ്‌രിബിനെ കുറിച്ചല്ല, രാത്രി നിസ്കാരത്തെക്കുറിച്ചാണ്. ഫഖാലത്ത് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ ഉമ്മ അവർ നൽകിയ ആൻസർ, മാ കാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ, റമദാനിലോ അല്ലാത്ത കാലത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 ജാസ്തിയാക്കാറില്ല, ഏറെയാക്കാറില്ല, അധികരിപ്പിക്കാറില്ല, കൂടുതലാക്കാറില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെ രൂപം പറയുന്നു. യുസല്ലി 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നിസ്കരിക്കും. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിൻ്റെ ചന്തവും അതിൻ്റെ ദൈർഘ്യവും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. അതായത് അത്രത്തോളം ദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കുന്നതാണ്. അത്ര ചന്തത്തിൽ നിസ്കരിക്കുന്ന, കുറേ നേരം നിന്ന് ഖിറാഅത്ത് ഓതിയിട്ട് നിസ്കരിക്കുന്നത്. സുമ്മ യുസല്ലി 4 ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, ആ 4 റക്അത്ത് കഴിഞ്ഞിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെയും 4 റക്അത്ത് ദീർഘമായി നിസ്കരിക്കും. അതിൻ്റെ ചന്തത്തെക്കുറിച്ചും ദൈർഘ്യത്തെക്കുറിച്ചും നിങ്ങൾ ചോദിക്കരുത്, അത്രത്തോളം ഭംഗിയായിട്ടാണ് നിസ്കരിക്കുന്നത്. സുമ്മ യുസല്ലി 3, എന്നിട്ട് പിന്നെ 3 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കും. അവർ ചോദിക്കാറുണ്ട് ചില സമയത്ത്. ഫഖുൽതു, ആയിഷ ബീവി ചോദിക്കാണ്, ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 നിസ്കരിക്കും, കുറേ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ 4 നിസ്കരിക്കും, പിന്നെ ചിലപ്പോൾ കുറച്ച് നേരം ഉറങ്ങും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിക്കുകയാണ്, യാ റസൂൽ അല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ, അതനാമു ഖബ്ല അൻ തൂതിറ, നിങ്ങൾ വിത്റാക്കുന്നതിന് മുമ്പ് ഉറങ്ങുകയാണോ നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ ആയിഷ, അല്ലയോ ആയിഷ, ഇന്ന ഐനയ്യ തനാമാനി, നിശ്ചയമായും എൻ്റെ 2 കണ്ണുകളാണ് ഉറങ്ങുന്നത്, വലാ യനാമു ഖൽബി, എൻ്റെ ഖൽബ് ഉറങ്ങുന്നില്ല.
അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അനുവദിക്കപ്പെട്ടതാണ്. അവരുടെ കണ്ണ് ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടാവും, കൽബ് ഉറങ്ങുന്നില്ല. നമ്മളങ്ങനെ ഉറങ്ങിയാൽ നമ്മൾ വുദു ചെയ്യണം, നമ്മളെ വുദു മുറിയും. അത് പ്രവാചകന്മാർക്ക് മാത്രമുള്ളതാണ്. ആ മസ്അല കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസിനെ ശറഹ് ചെയ്തുകൊണ്ട് ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ ഈ സ്വലാത്തു തറാവീഹിൻ്റെ വിഷയത്തിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. പല അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഷാഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, റഅയ്തുന്നാസ യഖൂമുന ബിൽ മദീന, മദീനയിൽ ഞാൻ ആളുകളെ കണ്ടിട്ടുണ്ട്, അവര് ബിതിസ്ഇം വസലാസീന, അവര് 39 നിസ്കരിച്ചത്. വബി മക്ക വബി സലാസിൻ വഇശ്രീന, മക്കത്ത് 23 നിസ്കരിച്ച് കണ്ടിട്ടുണ്ട്. വലൈസ ഫീ ഷൈഇൻ മിൻ ദാലിക ലയ്യിഖ്, അതിലൊന്നും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. വഅൻഹു ഖാല, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് തന്നെ പറയുന്നു, ഇൻ അതാലുൽ ഖിയാമ, ദീർഘനേരം നിന്ന് ദൈർഘ്യമായി നിസ്കരിക്കുക, വഅഖല്ലു സുജൂദ ഫഹസൻ, സുജൂദുകൾ കുറവാക്കിയിട്ട് ദീർഘമായി നിന്ന് നിസ്കരിക്കുക നല്ലതാണ്. വൈൻ അക്സറു സുജൂദ് വഅഖ്ഫുൽ ഖിറാഅ ഫഹസൻ, ഇനി സുജൂദുകൾ ദീർഘിപ്പിച്ച് അതുപോലെ തന്നെ ഖിറാഅത്ത് കുറച്ചിട്ട് നിസ്കരിച്ചാൽ ഫഹസൻ, അതും നല്ലതാണ്. വൽ അവ്വലു അഹബ്ബു ഇലയ്യ, എനിക്കേറെ ഇഷ്ടം ഏതാ? ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നത്, എനിക്കേറെ ഇഷ്ടം വൈൻ അതാലുൽ ഖിയാം, ദീർഘമായി നിന്ന് നിസ്കരിക്കുക, കുറേ ഓതിയിട്ട് നിസ്കരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇമാം ഷാഫി റഹിമഹുല്ലാഹയുടെ മദ്ഹബ് പ്രചരിപ്പിക്കുന്നവരും അതിൻ്റെ ആളുകളാണെന്നൊക്കെ പറയുന്നവരൊക്കെ ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന് ഇഷ്ടം ഏതാണ്? ആദ്യം പറഞ്ഞ ഖിയാം. എങ്ങനെ നിസ്കരിക്കാം? ചില പള്ളികളിൽ ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘമായി നിസ്കരിച്ചു. അതേപോലെ ഇപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 നിലക്കുണ്ട്. ഒന്ന്, ഇപ്പോൾ മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, അത് 2 റക്അത്തേ നബി നിസ്കരിച്ചിട്ടുള്ളൂ, അതിൽ കൂട്ടാൻ പാടില്ല. എന്നാൽ രാത്രി നിസ്കാരത്തെക്കുറിച്ച് സ്വലാത്തുൽ ലൈൽ മസ്ന ഈ 2 റക്അത്ത് നിസ്കരിക്കുക. സുബഹി ഭയപ്പെട്ടാൽ 1 ആക്കിക്കൊണ്ട് വിത്റാക്കാവുന്നതാണ്. നോമ്പെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില മാസങ്ങളിൽ നബി സുന്നത്ത് നോമ്പ് എടുക്കാറേ ഇല്ല, ചില മാസങ്ങളിൽ നബി എടുക്കാറുണ്ട്. അപ്പോൾ ഒരാൾക്ക് എത്ര കഴിയുന്നത് അത്ര എടുക്കുക. അത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്ത്? ഇപ്പോൾ സുന്നത്ത് നോമ്പ് ഒരാൾ ഒരു മാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില മാസങ്ങളിൽ എടുക്കാറില്ല. ഒരാൾക്ക് എന്താ ഒരു 15 ദിവസം നോമ്പ് എടുക്കാൻ കഴിയും, അങ്ങനെ ഒരു ദിവസം നോമ്പ് പിറ്റേ ദിവസം നോമ്പില്ല, അങ്ങനെ കഴിയുമെങ്കിൽ അങ്ങനെ എടുക്കുക, അതൊക്കെ ആകാവുന്നതാണ്. പക്ഷേ ചിലതിൽ കൂടുതലാക്കാൻ പാടില്ല. അത് മഗ്‌രിബിൻ്റെ ആ സുന്നത്ത് നിസ്കാരം പോലെ, ഫജ്റിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് പോലെ. എന്നാൽ സുന്നത്ത് നോമ്പുകൾ അത് എത്രയുമാണ്. രാത്രി നിസ്കാരം ഒരാൾക്ക് അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പോലെ കഴിഞ്ഞോളണമെന്നില്ല. അയാൾ ഇശാ കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നു, കുറച്ച് അയാൾക്ക് അറിയുന്ന സൂറത്ത് ഓതി നിസ്കരിക്കും, സലാം വീട്ടിയിട്ട് അങ്ങനെ വിത്റാക്കി അവസാനിപ്പിക്കുക. ആ നിലയ്ക്ക് എത്രയും റക്അത്തുകളാകാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് പറയുന്നു, അക്സറു മാ ഖീല ഫീഹി അന്നഹാ തുസല്ലി 41 എന്ന അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. ഒന്ന് വിത്റാക്കിയിട്ട് 41. അപ്പോൾ പല മദ്ഹബിൻ്റെ ഇമാമുകളിലും പല അഭിപ്രായങ്ങളും കാണാം. മാലിക്കി മദ്ഹബിൽ, അംബലി മദ്ഹബിൽ 59 എന്ന് അഭിപ്രായമുള്ളത് നമുക്ക് കാണാൻ സാധിക്കും, അംബലി മദ്ഹബിൽ. പിന്നെ ഇവിടെ പറയാറുള്ളത് സ്വഹാബത്ത് നിസ്കരിച്ചാൽ പോരെ എന്ന്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് 3 ദിവസമാണ് നിസ്കരിച്ചത് ജമാഅത്തായിക്കൊണ്ട്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഇതൊരു ജമാഅത്തായ രൂപത്തിൽ നിസ്കരിക്കുന്നത്. അവിടെയും നമുക്ക് കാണാൻ സാധിക്കും, വ്യാപകമായി പ്രചരിപ്പിക്കാറുള്ളതാണ്. ഇവിടെ 23 നിസ്കരിക്കുന്ന ആളുകൾ ഇന്ന് ഈ അഭിപ്രായം എടുക്കുമോ? ഇല്ല. മാലിക്കി മദ്ഹബിൽ 36 ഉണ്ട്, അംബലി മദ്ഹബിൽ 59 എന്ന അഭിപ്രായമുണ്ട്. ഇമാം തിർമിദി പറയുന്ന അഭിപ്രായ പ്രകാരം 41 നിസ്കരിച്ചതുണ്ട്. എന്നാൽ അതൊന്നും ഇപ്പോൾ ഈ 23 നിസ്കരിക്കുന്ന ആളുകൾ അംഗീകരിക്കുകയില്ല. അവർ 23 പാടുള്ളൂ എന്നാണ് പറയുന്നത്. അത് ബിദ്അത്താണ്, അങ്ങനെ പറയാനില്ല. നമുക്ക് നമ്മുടെ പിൻബലം എന്താ? സ്വഹീഹുൽ ബുഖാരിയുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനിലെ നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ മറുപടി പറഞ്ഞത്, റമദാനിലോ അല്ലാത്ത കാലത്തോ 11-ലേറെ അധികരിപ്പിച്ചിട്ടില്ല, നമുക്കത് തന്നെ മതി. ഇനി ഒരാൾക്ക് റക്അത്തുകൾ എണ്ണം കൂട്ടിയിട്ട് ഖിറാഅത്ത് കുറച്ച് അങ്ങനെയും ആവാം. ഉലമാക്കൾ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 23 പാടുള്ളൂ എന്നത് എന്തല്ല, ശരിയല്ല എന്നതാണ്. അപ്പോൾ നമുക്ക് ഈ 8ഉം 3ഉം 11 നിസ്കരിക്കാൻ ആധികാരികമായി തെളിവുണ്ട്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നിസ്കരിച്ചു. അതും ഇതിൻ്റെ ഷറഹിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നിസ്കരിച്ചത് അതെത്രയാണ്? ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതും അതുപോലെ തന്നെ പല അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. സമാനി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അത് 23
23 നിസ്കരിച്ചിരുന്നു എന്ന അഭിപ്രായം കാണാം. എന്നാൽ ആ ഹദീസ് ദുർബലമാണ് എന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്ന് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫി റമദാൻ 20 റക്അ വൽ വിത്ർ, നബി 20 വിത്റും നിസ്കരിച്ചിരുന്നു എന്നത് വഈഫായ ദുർബലമായ റിപ്പോർട്ടാണ് ഇബ്നു അബീ ഷൈബ റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് 23 നിസ്കരിച്ചു എന്നുള്ളത് കാനഫി സമാനി ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് 23 എന്നത് ദുർബലമായ വഈഫായ റിപ്പോർട്ടാണ്. എന്നാൽ ഉമർ റളിയല്ലാഹുവിന് കൽപ്പിച്ചത്, അവിടെ പല ഇമാമുകളുടെ കീഴിലായിക്കൊണ്ട് ആളുകൾ നിസ്കരിച്ചിരുന്നു. ആ സമയത്ത് ഒറ്റയും തെറ്റയുമായിക്കൊണ്ട് നിസ്കരിച്ചിരുന്നു. എല്ലാം കൂടി ഒരു ഇമാമിന്റെ കീഴിലാക്കി. അത് ഇമാം മാലിക് റഹിമഹുല്ലാ തന്റെ മുവത്തയിൽ ആ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് സ്വഹീഹായ രൂപത്തിൽ. അമറ ഉമർ ഉബൈ ഇബ്നു കഅബ് വ തമീം അദ്ദാരി അൻ യഖൂമ ലിന്നാസി 11 റക്അ. ഉമർ റളിയല്ലാഹു കൽപ്പിച്ചത്, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ആളുകൾ നിസ്കരിച്ചതല്ല, ഉമർ റളിയല്ലാഹു പഠിപ്പിച്ചത് എന്താണ്? അമറ ഉമർ ഓർഡറാക്കി ഉബൈ ഇബ്നു കഅബ് വ തമീം അദ്ദാരി, ഉബൈ ഇബ്നു കഅബിനോടും തമീം അദ്ദാരിയോടും അൻ യഖൂമ ലിന്നാസി അലാ 11 റക്അ, ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കാൻ എത്ര 11 റക്അത്ത്. അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നമുക്കത് സ്ഥിരപ്പെട്ട് കാണാം. അതാണ് നമ്മൾ നിർവഹിക്കുന്നത്. അതെ, യസീദ് ബിൻ റൂമാനിൽ നിന്ന് റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത്. കാനന്നാസു യഖൂമുന ഫി സമാനി ഉമർ ബി 23. യസീദ് ബിൻ റൂമാന്റെ റിപ്പോർട്ടിൽ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് 23 നിസ്കരിച്ചു എന്നുള്ളത് അത് ദുർബലമായ വഈഫായ റിപ്പോർട്ടാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു കൽപ്പിച്ചത് 11 റക്അത്താണ്. അപ്പോൾ സഹോദരങ്ങളെ, മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും അതിലുണ്ട്, അത് കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് പ്രാമാണികമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്ത കാലത്തും 11 അധികരിപ്പിച്ചിട്ടില്ല എന്ന് കാണാം. മറ്റൊരു ഹദീസിൽ 13 നിസ്കരിച്ചു എന്നുണ്ട്. ഇനി വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന രാത്രി നിസ്കാരത്തെക്കുറിച്ചുള്ള ഹദീസ് സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നിസ്കാരം 2 സുബഹി ഭയപ്പെട്ടാൽ വിത്റാക്കി നിസ്കരിക്കുക. ആ നിലക്ക് എത്രയും നിസ്കരിക്കുക എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. എന്നാൽ ഇവിടെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് എന്താ? 23 അതാണ് സ്വഹാബത്ത് നിസ്കരിച്ചത്, അതന്നെ നിസ്കരിക്കണം, സലഫികൾ വെട്ടിക്കുറച്ചു എന്നാണ്. അങ്ങനെ നമ്മളാരും വെട്ടിക്കുറക്കുക പിന്നെ കൂട്ടുകയൊന്നും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് നിസ്കരിച്ചത് അത് നമ്മൾ നമസ്കരിക്കുന്നു എന്ന്. അത് തന്നെയും വേറെയും ഹദീസുകൾ കാണാം. വല്ലത്തി യനാമുന അൻഹാ അഫ്ളൽ, അതെ, ആ സമയത്ത് നിസ്കരിക്കാതെ ഉറങ്ങുന്ന രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ബി അന്ന സ്വലാത്ത ഫി ആഖിറിൽ ലൈലി അഫ്ളലു മിൻ അവ്വലിഹി, ഇശാ കഴിഞ്ഞിട്ട് അപ്പം നിസ്കരിക്കുന്നതിനേക്കാളും ഫജ്റിന്റെ മുമ്പുള്ള സമയത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ലാക്കിൻ ലൈസ ഫീഹി അന്ന സ്വലാത്ത ഫീ ഖിയാമിൽ ലൈൽ ഫുറാദ അഫ്ളലു മിന തജ്മിഅ, എന്നാൽ ഇവിടെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും ജമാഅത്തായി നിസ്കരിക്കുന്നതാണ് പുണ്യമായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്താകുന്നത്, നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഹദീസും, ഏത് മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമുൽ ലൈല, ഇമാമിന്റെ കൂടെ ഇമാം സ്റ്റാർട്ടായി എൻ്റെ ആകുന്നത് വരെ നിസ്കരിച്ചാൽ അയാൾ രാത്രി മുഴുവൻ നിസ്കരിച്ച സവാബ് അയാൾക്കുണ്ട് എന്നുള്ളതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇപ്രകാരം ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ അങ്ങനെയല്ലേ ഇവിടെ അങ്ങനെയല്ലേ എന്നൊന്നും നമ്മൾ വിഷയമാക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ ലോകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് ബുഖാരിയിൽ ദഈഫുണ്ട് എന്ന് ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. കാരണം അത്രത്തോളം സൂക്ഷ്മമായിക്കൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ദുർബലമായ ഹദീസുകളെ അതിലില്ല എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വസ്വാസ് ഉണ്ടാവേണ്ടതില്ല. നമ്മൾ നിസ്കരിക്കുന്നതിന് ദലീലുണ്ട്, തെളിവുണ്ട്, വെറുതെ അല്ല. പിന്നെ മക്കത്ത് അങ്ങനെയല്ലേ, മക്കത്ത് പല 23 മാത്രമല്ല, അതിൻ്റെ മുമ്പ് പല മദ്ഹബിൻ്റെ ഇമാമുകൾക്കിടയിൽ 4 ഇമാമുകളുടെ നേതൃത്വത്തിൽ അവിടെ 4 മദ്ഹബിൻ്റെ ആളുകൾ നിസ്കരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് അവിടെ എന്താക്കിയിട്ടുണ്ട്, ഇപ്പോൾ റമദാനിലെ ആദ്യത്തെ സമയത്തൊക്കെ 13 നിസ്കരിക്കുന്നുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മളവിടെ ഉണ്ടായിരുന്നു, പിന്നെ ലാസ്റ്റ് 10 അവിടെ ആദ്യം 10 നിസ്കരിക്കും, പിന്നെ ഖിയാമുൽ ലൈലിൽ 13 നിസ്കരിക്കും, അങ്ങനെ 23 നിസ്കരിക്കുന്നത്. ഇതിൽ നിസ്കരിക്കുന്നവർക്ക് ഇത് നിസ്കരിക്കുക, അതും നിസ്കരിക്കുക, സുന്നത്ത് നിസ്കാരമാണ്, പ്രശ്നമല്ല. എന്നാൽ ഇപ്പോൾ റമദാന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആകെ 13 അവിടെ നിസ്കരിക്കുന്നുള്ളൂ. അപ്പോൾ മക്കത്ത് നിസ്കരിച്ചോ മദീനത്ത് നിസ്കരിച്ചോ എന്നുള്ളതല്ല, അള്ളാഹുവിൻ്റെ
കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും എന്താണോ വിഷയങ്ങളെക്കുറിച്ച് വന്നിട്ടുള്ളത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മദ്ഹബിൻ്റെ ഇമാമുകൾക്കിടയിൽ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നത്, ഹദീസുകൾ നമുക്ക് പ്രബലമായിട്ടുള്ളത് 11 റക്അത്ത് നമസ്കരിച്ചു അല്ലെങ്കിൽ 13 നിസ്കരിച്ചു എന്ന. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന് സ്വലാത്തു തറാവീഹ് എന്ന് പറഞ്ഞ ഗ്രന്ഥം തന്നെയുണ്ട്. അദ്ദേഹം ഈ ഒരൊറ്റ ഹദീസ് വെച്ചിട്ടാണ് പറയുന്നത് 11 ബിദ്അത്താണ്. എന്നാൽ വേറെയുള്ള പണ്ഡിതന്മാരൊക്കെ ഷെയ്ഖ് സ്വാലിഹുൽ ഉസൈമീൻ, ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ അവരൊക്കെ പറയുന്നത് എത്രയും നിസ്കരിക്കുക എന്നുള്ള അഭിപ്രായമാണ്. സഹോദരങ്ങൾ, അതുകൊണ്ട് തറാവീഹിൻ്റെ വിഷയത്തിൽ നമ്മൾ തർക്കിക്കേണ്ടതില്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് നിസ്കരിക്കുന്നു. ഇനി ഒരാൾ അതല്ല അതിനേക്കാൾ സുന്നത്താണ് ദീർഘിച്ച് നിസ്കരിക്കുന്നെങ്കിൽ അയാൾക്ക് അങ്ങനെയും ആകാം. നമുക്ക് ഇതാണ് പിൻബലമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.